അച്ഛാ അവൻ ട്യൂണിങ് തുടങ്ങി. അടിക്കട്ടെ? അടിക്കല്ലേ, ശല്യപ്പെടുത്തൽ തുടങ്ങുമ്പോൾ അടിച്ചാൽ മതി. അവൻ ശല്യപ്പെടുത്തി തുടങ്ങി. അടിക്കട്ടെ? അടിക്കരുത്, നിനക്കെന്ത് എത്ര നിർത്തി? എക്സ്ക്യൂസ് മീ, ഈ സമയത്ത് ഇതാരാ വിളിക്കുന്നത്? ഹലോ? അയ്യോ അയ്യോ, ഒട്ടാർന്ന് മൂട് പോയല്ല. അവന്റെ മൂട് പോയി. അയ്യോ മൂട് പോയെന്താ, ഞാനൊന്ന് മൂടാക്കിയാലോ? ഞാൻ ചെന്ന് ചെയ്തോളാം. മോനെ, എന്താ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ഭയങ്കര ടെൻഷനായിട്ടാ. എന്ത് പറ്റി? അച്ഛൻ ആശുപത്രിയിലാക്കി. അയ്യോ, അച്ഛനെന്ത് പറ്റി? ജസ്റ്റ് പെയിൻ. ജസ്റ്റ് ഒരു പെയിൻ അല്ലേ ഉള്ളൂ, അത് ബാമു വെച്ചാ മാറൂല. ജസ്റ്റ് ഒരു പെയിനിൽ അറ്റാക്കിന്റെ ആരംഭാന്നാ പറഞ്ഞത്. അതിന് ഞാൻ ഹോസ്പിറ്റൽ വരെ പോയി. നീ പോകില്ലേ? മോനും ഇവിടെ എന്തിനാ വന്നത്? ഞാൻ ചുമ്മാ ഒരു രസത്തിന് വന്നതല്ലേ. ചുമ്മാ അല്ല, ആ കൊച്ചിനെ വളക്കാൻ വേണ്ടി വന്നതല്ലേ. ഇത് സത്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചേ. പിന്നെ അപ്പൊ അത് നടക്കട്ടെ. അല്ല ചേട്ടാ, എനിക്ക് എന്തായാലും ഒന്ന് ആശുപത്രി പോണം. ഇപ്പൊ എക്കോ എടുക്കണമെന്നാ പറഞ്ഞേക്കണത്. നെഞ്ചുവിന്റെ അടുത്ത് അച്ഛൻ അവിടെ എക്കൂട്ട് പാട്ട് പാടി കൊടുക്കാൻ പോണാ. ഒന്ന് പോയേ. ഞാൻ അങ്ങനെ നീ പോണെന്നുണ്ടെങ്കിൽ എനിക്കൊരാളോട് ചോദിക്കണം. ഞാനായിട്ട് ഒരു ബന്ധുവില്ലാത്ത അച്ഛ ഒന്ന് ഇങ്ങോട്ട് വന്ന്. ഞാൻ ഇതുപോലെ കാണാത്ത മരുമോനെ. എന്താ പ്രശ്നം? അതെ, ഈ ചെക്കനില്ലേ നോണ്ട നിക്കണോ പെൺകൊച്ചില്ലേ, അതിനെ വളക്കാനായിട്ട് വന്നതാ. നല്ല കുട്ടി, കൺഗ്രാജുലേഷൻ. പക്ഷെ ഇപ്പൊ ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലില്ല. അപ്പൊ ഇവന് ഈ കൊച്ചിന് ഇവിടെ ഒറ്റ കിട്ടിട്ട് അങ്ങോട്ട് പോണോന്ന്. എന്ത് മനസാക്ഷിയില്ലാത്ത പരിപാടിയാണ്. അച്ഛനാണോ വലുത്? നമുക്ക് ഇതല്ലേ വലുത്. എന്നാലും ചേട്ടാ, ഞാൻ ആശുപത്രി ചെന്നാലേ കാര്യം നടക്കും. ഈ ആശുപത്രി പോകണ്ട. ഇവന്റെ കൂടെ ഒരു സഹായത്തിന് ഞാനും കൂടി പോവാം. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എന്റെ അച്ഛനാണെന്ന് എങ്ങനെ തിരിച്ചറിയും? എന്താ നിന്റെ അച്ഛന്റെ പേര്? ദിവാകരൻ. ഏത് ദിവാകരൻ? ടൗണില് അമൽ ജുവലറി, അമൽ തടിമില്ല്, അമൽ ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്ന ദിവാകരൻ മലയാളിയാ? ആ മോനാണ്. പേര് അമല്. ദൈവമേ, ഇവൻ ചെറിയൊരു കൊച്ചു മുതലാളിയാ. എന്റെ കൊച്ചു മുതലാളി. ഇങ്ങോട്ട് പാടി. എന്താ ഈ ബന്ധം നടന്നു കിട്ടിയാ നമ്മള് രക്ഷപ്പെട്ടു. അത് ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ ബന്ധം എങ്ങനെയെങ്കിലും നടത്താനുള്ള പരിപാടി നോക്കാം. അടുത്ത മിഷൻ അതാണ്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. എന്താ? ഈ സ്വർണ്ണക്കടയും തടിമില്ലും ഞാൻ ഒറ്റക്ക് കൊണ്ട് നടക്കേണ്ട വരൂലേ. അല്ല, രണ്ടു കൂടി ഒറ്റക്ക് നടത്തണ്ട. നീ തടിമില്ല് നോക്കി നടത്താൽ മതി. ജ്വല്ലറി ഞാൻ നോക്കി നടത്തി. അല്ലെങ്കിൽ അച്ഛൻ ഇതിന് ആക്രാന്തം കൂടുതലാണ്. അതുകൊള്ള തടിമില്ലും ജ്വല്ലറി എല്ലാം കൂടി നിനക്ക് നടത്തണം. അപ്പൊ നിനക്ക് ആക്രാന്തം. ഇവളെ പ്രേമിച്ച് കെട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് 10 രൂപ പൈസ തന്നിട്ടില്ല. നാളെ ജ്വല്ലറിയിൽ വന്ന് 2 പവൻ എടുത്തോ.